ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ഈ ബ്ലോഗ് എന്നുള്ള ഭാഗത്തെ അവസാനത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഒട്ടനവധി ക്ലാസ്സുകൾ ഈ ബ്ലോഗിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. പല കൺസെപ്റ്റുകളും അതേപോലെ പല കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യണം ഒന്നുകൂടി നല്ലത്, തീർച്ചയായും സഹായിക്കുന്നതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഈ ബ്ലോഗിലുള്ള അവസാന കണ്ടൻറ്റ് നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ ഈ ബ്ലോഗ് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. പൈത്തൺ സ്പേസ് നമുക്ക് എന്ത് ചെയ്യാം, CD ബ്ലോഗ്. ഓക്കെ, പൈത്തൺ സ്പേസ് manage.py സ്പേസ് റൺ സെർവർ എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫയൽ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഫയൽ റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റണ്ണായി. ഒന്ന് ലോഗിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കൂ, ഇപ്പോൾ ഈ പേജ് നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഇവിടെ ഈ ലോഗ് ഔട്ട് എന്നുള്ള ഭാഗം വരേണ്ടതുള്ളൂ. ഇപ്പോൾ നമ്മൾ ലോഗ് ഔട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് മാത്രം വന്നാൽ മതി, രജിസ്റ്ററും അതേപോലെ തന്നെ ലോഗിനും വന്നാൽ മതി. ഇപ്പോൾ നമ്മൾ ലോഗ് ഔട്ടിലാണ് ലോഗിനിലാണ് നിൽക്കുന്നതെങ്കിൽ മാത്രം നമുക്ക് എന്ത് വന്നാൽ മതി, ഈ ലോഗ് ഔട്ട് എന്നുള്ളത് വന്നാൽ മതി. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അഡ്മിൻ എന്നുള്ള ഈ പേജിലേക്കൊന്ന് കയറുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ആ രണ്ട് പേജും നമുക്കിവിടെ ലോഗിൻ ലോഗ് ഔട്ടും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ലോഗ് ഔട്ടും അതേപോലെ തന്നെ ക്രിയേറ്റ് പോസ്റ്റും വരേണ്ടത്. നമ്മൾ ലോഗ് ഔട്ടിലാണ് നിൽക്കുന്നത്, ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ലോഗ് ഔട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ, അതിപ്പോൾ ലോഗ് ഔട്ട് ചെയ്തു, ലോഗ് ഔട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ക്രിയേറ്റ് പോസ്റ്റ് അതേപോലെ തന്നെ ഈ ലോഗ് ഔട്ട് എന്നുള്ളത് വരരുത്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഈ ബ്ലോഗിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഒരു ബ്ലോഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ എഡിറ്റ് ചെയ്യാനുള്ള ഭാഗമുണ്ട്, ഈ എഡിറ്റ് ഡിലീറ്റ്. ഇതും എങ്ങനെ നിൽക്കുമ്പോൾ മാത്രം മതി, ലോഗിൻ ചെയ്ത് നിൽക്കുമ്പോൾ മാത്രം മതി. ലോഗ് ഔട്ടിൽ നിൽക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഈ തീം എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്ന് നമുക്ക് ഈ ലോഗിൻ എന്ന് എഴുതിയ ഭാഗത്തുള്ള ഈ ലോഗ് ഔട്ട് എന്ന് എഴുതിയത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ടായിട്ട് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളതിൻ്റെ നേരെ താഴെയായിട്ട് ഞാനത് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുമ്പിലായിട്ട്. അതായത് നമുക്ക് ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളതിൻ്റെ മുമ്പിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റ് ഇടുക, ഒരു പെർസെൻറ്റേജ് ഇടുക, എന്നിട്ട് ഈഫ് ഈസ് യൂസർ ഡോട്ട് ഈസ് അണ്ടർസ്കോർ ഓതൻറ്റിക്കേറ്റഡ്. അപ്പോൾ ഇത് നമുക്ക് ഈ യൂസർ എന്നുള്ളത് ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഭാഗം നമുക്ക് കാണണം. യൂസർ നമ്മൾ കൊടുത്ത ഈ യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ, അതായത് യൂസർ എന്നുള്ള ഭാഗം ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഈ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളതും അതേപോലെ തന്നെ ഇവിടെ വന്ന് ഈ ലോഗ് ഔട്ട് എന്നുള്ളതും കാണേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ വന്ന് യൂസർ ലോഗിൻ അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് എൽസെ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ലോഗിൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ രജിസ്റ്റർ എന്നുള്ളതും അതേപോലെ തന്നെ ലോഗിൻ എന്നുള്ള ഭാഗവും കാണണം. എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ ഈഫ് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യണം, എൻഡീഫ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, ഇത് ലോഗിൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ഈ ക്രിയേറ്റ് പോസ്റ്റും അതേപോലെ തന്നെ ലോഗ് ഔട്ടും കാണൂ. ഇപ്പോൾ നമ്മളിവിടെ ലോഗ് ഔട്ടിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നോക്കൂ, നമുക്കിവിടെ രജിസ്റ്ററും ലോഗിനും മാത്രമേ കാണൂ. ആ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള ഭാഗം ഇവിടെ കാണില്ല. ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ വന്ന് ക്രിയേറ്റ് പോസ്റ്റും ലോഗ് ഔട്ടും കാണുന്നത്. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈഫ് യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇത്രയും ഭാഗം നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരാം. ഇനി യൂസർ ഓതൻറ്റിക്കേറ്റഡ് അല്ലെങ്കിൽ, അതായത് നമ്മൾ യൂസർ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഭാഗമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതേ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന്
ഡീറ്റെയിൽ പോസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുമ്പിലായിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഈ കൊടുത്ത ഈ ഡിവിൻ്റെ മുമ്പിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേ കോഡ് തന്നെ നമുക്കൊന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് ബ്രാക്കറ്റ് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഈഫ് എന്നിട്ട് യൂസർ ഡോട്ട് ഈസ് അണ്ടർസ്കോർ ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കാണിച്ചണം. ഇവിടെ ഈഫ് കൊടുക്കുമ്പോൾ നമുക്കിത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എൻഡ് ഈഫ് വെച്ചിട്ട് ഇത് അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് പെർസെൻറ്റേജ് ഇട്ടു, എന്നിട്ട് എൻഡ് ഈഫ് എന്ന് വെച്ചിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി സേവ് ചെയ്യാം. അപ്പോൾ നോക്കൂ, ഇത് ലോഗിൻ ആണെങ്കിൽ, ലോഗ് ഔട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ പേജിലേക്ക് വന്നു. അപ്പോൾ ഇത് ലോഗിൻ ആണ്, നമുക്കൊന്ന് ലോഗ് ഔട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഹോമിലേക്ക് പോയി. ഹോം എന്നുള്ളതിലേക്ക് ഇപ്പോൾ പോകണില്ല, കാരണം നമ്മൾ ഈ ഹോം എന്നുള്ളതിൻ്റെ ഇവിടെ വന്ന് ഹോം വ്യൂവിൽ നമുക്ക് ഹോം എന്നുള്ളതിൻ്റെ മുമ്പിൽ, ഇൻഡെക്സിൻ്റെ മുമ്പിൽ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ലോഗിൻ റിക്വയർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒഴിവാക്കാം. അതായത് ലോഗിൻ അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, അത് കാണാൻ പറ്റണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്നുകൂടി ഇത് റീലോഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഇത് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഹോമിൽ പോയി, ഇപ്പോൾ ഇവിടെ വന്ന് ലോഗിൻ ചെയ്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ഇതിൻ്റെ താഴെ കാണൂ. ലോഗ് ഔട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇതിൻ്റെ താഴെ ഇതുപോലെ കാണില്ല. ഇപ്പോൾ നമ്മളിവിടെ വന്ന് ലോഗിൻ ചെയ്തിട്ടാണ് വരുന്നതെന്ന് വെക്കും. ഇപ്പോൾ അഡ്മിൻ എന്നുള്ളത് ഭാഗം ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ ആ പോസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ മാത്രമേ നമുക്ക് ഈ എഡിറ്റും അതേപോലെ തന്നെ ഡിലീറ്റും കാണൂ. അപ്പോൾ ഈ പ്രൊജക്റ്റ് നിങ്ങൾ 1 by 1 ആയിട്ട് സ്റ്റെപ്പായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു പ്രൊജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ സീരീസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കി എല്ലാം കറക്റ്റായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.